ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കവിത. ഇന്ന് എൻ്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചേട്ടൻ എൻ്റെ പുറകെ വന്നു. എന്തിനാ എൻ്റെ പുറകെ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, പണിക്ക് പോകാനൊന്നും വയ്യ. ഞാൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശും കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്നത്തെയും പോലെ ഒരു ദിവസം ഞാൻ ലോട്ടറി വിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കൊച്ചും ഒരു അച്ഛനും വന്നു. ആ അച്ഛൻ എൻ്റെ അടുത്തുനിന്ന് ലോട്ടറി മേടിച്ചു കേട്ടോ. കൂടെ ഒരു കൊച്ചുമുണ്ട്, സ്കൂളിൽ വിടാൻ കൊണ്ടുപോവാണ്. ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. ആ കുട്ടി എനിക്കൊരു മിഠായി തന്നു. എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഞാൻ ആ മിഠായി വാങ്ങി. അതിനുശേഷം അവർ പോകുന്നതും നോക്കി ഞാൻ നിന്നു. എനിക്ക് ചെറിയൊരു സങ്കടം വന്നു. ഞാൻ ലോട്ടറി വിൽക്കുന്നതിൻ്റെ അടുത്തൊരു സെക്യൂരിറ്റിക്കാരനുണ്ട്. ആൾ എന്നെ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് മുഖം തിരിക്കും. എൻ്റെ അടുത്തുനിന്ന് ലോട്ടറി മേടിച്ച ഒരു ചേട്ടൻ അയാളോട് സംസാരിക്കുന്ന കേട്ടപ്പോൾ ബാങ്ക് അവധിയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ലോട്ടറി എല്ലാം വിറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് പാടാണ് കേട്ടോ. റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ പാതി വഴി വന്ന് നിൽക്കും. അമ്മയ്ക്ക് വയ്യ, എന്നാലും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അമ്മ അവിടെ വന്ന് നിൽക്കും. അന്ന് രാത്രിയിൽ ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി തന്ന മിഠായി എടുത്തു. അമ്മയ്ക്കും കൊടുത്തിട്ട് ബാക്കി ഞാനും തിന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, എനിക്കും അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതുപോലെ സ്കൂളിൽ പോകാമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായി ഇന്ന്. പിറ്റേ ദിവസവും ഞാൻ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അന്നും ആ സെക്യൂരിറ്റിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ATM കൗണ്ടർ അടച്ചിട്ടേക്കാണ്. അയാൾ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ആള് എൻ്റെ അടുത്ത് ലോട്ടറി ചോദിച്ചു. ഞാൻ ലോട്ടറി കൊടുത്തു. പൈസയുടെ ബാക്കി ഞാൻ കൊടുത്തപ്പോൾ ആള് എന്താ ചെയ്തതെന്ന് കണ്ടോ. എൻ്റെ കൈ വേദനിച്ചു. ഞാൻ കൈ വലിച്ച് വിടിയിച്ചു. ആളെന്താ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആള് അവിടെ നിന്നും പോയി. പിന്നെ ആളിനെ ഞാൻ കണ്ടില്ല. അന്ന് ലോട്ടറി കച്ചവടം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. വരുന്ന വഴിയിൽ ആരുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ അങ്ങനെ കളിച്ച് രസിച്ച് പാട്ടൊക്കെ പാടി വരുമായിരുന്നു. പെട്ടെന്നാണ് അവിടെ സെക്യൂരിറ്റിക്കാരനെ കണ്ടത്. എനിക്കെന്തോ പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ നടക്കാൻ തോന്നി. ആള് എന്നോട് അവിടെ നിൽക്ക് മോളെ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വീട്ടിൽ പോകണം. അമ്മ വഴി നോക്കി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഞാൻ സ്പീഡിൽ പോയി. ആള് എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു കല്ലിൽ തട്ടി ഞാൻ താഴെ വീണു. അമ്മ എന്നോട് പറഞ്ഞത് ഓർത്തു, മോളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തളർന്നു പോകരുത്, എങ്ങനെയെങ്കിലും ധൈര്യം കാണിച്ച് അവിടുന്ന് രക്ഷപ്പെടണമെന്ന്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ആള് എൻ്റെ പിറകെ വരുന്നുണ്ടായിരുന്നു. എനിക്കറിയാം അമ്മ വഴിയിൽ നിൽപ്പുണ്ട്. അവിടെ ഒന്ന് ചെന്നാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ പറഞ്ഞു, മോളെ നീ എന്താ വീണോ, എന്തു പറ്റി? അപ്പോഴേക്കും ആള് അവിടെ എത്തി. അവർ രണ്ടുപേരും പരസ്പരം കണ്ടു കേട്ടോ. അവരുടെ മുഖം മാറുന്നത് ഞാൻ അറിഞ്ഞു. ആൾക്കും എന്തോ ഒരു സങ്കടം പോലെ. എനിക്കെന്താന്ന് മനസ്സിലായില്ല. ആളാണ് എൻ്റെ അമ്മയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതായത് ആളായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ തീരെ ചെറുതായിരുന്നു. അന്ന് അമ്മ എന്നെ എടുത്ത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ മോളാന്ന് അറിഞ്ഞ നിമിഷം ആള് ആകെ തകർന്നു. സ്വന്തം മോളെയാണ് ആ ഒരു കണ്ണിൽ കണ്ടത്. ഒന്നും മിണ്ടാതെ അയാൾ തിരിഞ്ഞു നടന്നു. അമ്മയും ഞാനും ആളിനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതിലെ ഒരു ട്രെയിൻ പാഞ്ഞു പോയി. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.